ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹൊന്നവാരയാണ് കേട്ടോ. ഹൊന്നവാരയിൽ ബീച്ച് ലവേഴ്സ് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ച് ഏതാന്നൊക്കെ പറയാം, നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാത്തിരുന്ന നമ്മുടെ സ്വന്തം കാസർഗോഡ് ബീച്ച് എത്തിയിട്ടുണ്ട്. നോക്കണ്ട ഉണ്ണിയെ, ഇത് ഞാനല്ല എന്ന് പറയുന്ന പോലെ ഇത് നമ്മുടെ കാസർഗോഡ് അല്ല കേട്ടോ, ഇത് ഹൊന്നവാരയിലുള്ള കാസർഗോഡ് ബീച്ച്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എക്കോ ബീച്ചിലാണ് കേട്ടോ, മുരുടേശ്വരത്തുള്ള എക്കോ ബീച്ചിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എക്കോ ബീച്ചിലോട്ട് പോകാം. എക്കോ ബീച്ച് അഥവാ കാസർഗോഡ് ബീച്ച്. എന്താല്ലേ കഥ? ഹൊന്നവാര നമുക്ക് ഒരുപാട് ബീച്ചുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ബീച്ച് തന്നെ തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ചാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു എക്കോ ഫ്രണ്ട്ലി ബീച്ച് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരും എക്കോ ബീച്ച് എന്നാണ് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന സൺ ബാത്തിങ്ങിനും അതേണക്ക് തന്നെ സ്വിമ്മിങ്ങിനൊക്കെ പറ്റിയ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീച്ചാണ്. അതിലുപരി നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കിടിലം ബീച്ച് എന്ന് തന്നെ വേണേൽ പറയാം കേട്ടോ. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തം റെഡ് ഫ്ലാഗ് ആണല്ലോ എന്ന് വിചാരിച്ചത് ഇൻസ്ട്രക്ഷനൊക്കെ നോക്കിയതാണ്. ട്രാഫിക്കിൽ സിഗ്നൽ ലൈറ്റ് കത്തി നിൽക്കുന്ന പോലെ 3 കളർ, യെല്ലോ, ഗ്രീൻ, റെഡ്. അതിൽ റെഡ് ആണെങ്കിൽ നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ പോലും നമ്മുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കടൽ കാണാൻ വന്നിട്ട് കടലിന്റെ 7 ഇല്ലത്ത് പോലും പോകാൻ പറ്റാത്ത ഞങ്ങളെ കണ്ടിട്ടാണോ അതോ മഴ കണ്ടിട്ടാണോ എന്നറിയില്ല. കടലാണെങ്കിൽ നല്ല കലിപ്പ്. ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു ഈ ഒരു കടലിന് ഒരു ഡ്രാഗിങ് നേച്ചർ ഉണ്ടെന്ന്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേന്ന്. എന്താണെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യമില്ല, കടലിലേക്ക് ഇറങ്ങിയാലല്ലേ സൂക്ഷിക്കേണ്ട കാര്യം. ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിങ്ങിനൊക്കെയുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. എന്താണെങ്കിലും വന്നതല്ലേ, കുറച്ച് നേരം ഊഞ്ഞാലെങ്കിലും ആടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കേതൻ ഹാപ്പിയായി. കേതൻ എന്താ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ പോകുന്നത് അപ്സരകൊണ്ട വാട്ടർഫോൾസിലേക്കാണ്. എന്താണെങ്കിലും ഇവിടുത്തെ ക്ഷീണം അവിടെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ എന്താ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ ആകെ ഒരു മനസ്സമാധാനം, ഞങ്ങളെക്കാൾ വൻ സെറ്റപ്പിൽ സ്വിമ്മിങ്ങിനൊക്കെ വന്നിട്ട് ഒന്നും നടക്കാതെ സങ്കടത്തോടെ മടങ്ങുന്ന ഇവരെ കണ്ടപ്പോഴാണ്.